ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഏറെ നാളായി തുടരുന്ന ശീതയുദ്ധത്തിന് ഒടുവിൽ വിരാമം ആയിരിക്കുകയാണ്. ഇരുവർക്കും ഇടയിലെ പിണക്കത്തിന്റെ മഞ്ഞുരുകുന്ന കാഴ്ചയാണ് ഇന്നലെ രാജ്ഭവനിൽ കണ്ടത്. കുറെ കാലമായി പരസ്പരം മുഖം കൊടുക്കാതെ പോയിരുന്ന രണ്ടുപേരും ഇന്നലെ രാജ്ഭവനിൽ വെച്ച് കണ്ടപ്പോൾ കുശലം പറയുകയും ഒന്നിച്ച് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കാറിൽ മടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ഗവർണർ കൈകൂപ്പുകയും മുഖ്യമന്ത്രി തിരികെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ ഇന്നലെ രാജ്ഭവനിൽ എത്തിയത്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കസേരയിൽ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. പിന്നീട് രാജ്ഭവനിൽ വെച്ച് നടന്ന ചായ സൽക്കാരത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ഗവർണർ തന്നെയാണ് വിളിച്ചു കൊണ്ടുപോയത്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അത് ചിരിയോടെ സ്വീകരിച്ചു. പിണറായി വിജയന് പുറമെ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, KB ഗണേഷ് കുമാർ തുടങ്ങിയവരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ 10ാം നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം കേവലം 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കറും N ഷംസീറും മന്ത്രി K രാധാകൃഷ്ണനും ചേർന്നായിരുന്നു ഗവർണറെ നിയമസഭയിൽ അന്ന് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും മുഖത്ത് പോലും നോക്കാതെ ഗവർണർ തയ്യാറായിരുന്നില്ല. സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് അവസാനിപ്പിക്കുകയും ആയിരുന്നു. ഇതിന് പിന്നാലെ ഗവർണർ നടത്തിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മടങ്ങുകയും ചെയ്തു. ഗവർണറുമായുള്ള പോര് തുടരുന്നതിനിടെയായിരുന്നു ഈ നീക്കം. രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ്ഹോം വിരുന്ന് നിശ്ചയിച്ചിരുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ തീരുമാനിക്കുകയും ആയിരുന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയായിരുന്നു രാജ്ഭവനിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും നടക്കുകയും ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിനുള്ള വേദിയായി മാറുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതിനുള്ള അവസരം അന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അസാധാരണ രംഗങ്ങൾക്കാണ് അന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. ചടങ്ങ് ആരംഭിച്ചത് മുതൽ ഇരുവരും പരസ്പരം മുഖത്ത് പോലും നോക്കിയില്ല. ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെ മടങ്ങുകയുമായിരുന്നു അന്ന്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തിരുന്നു. പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും അന്ന് തയ്യാറായിരുന്നില്ല. സർവകലാശാല സെനറ്റുകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണറും സർക്കാരും കൊമ്പുകോർത്ത ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടത്. സംഘപരിവാർ അനുകൂലികളെ സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFI ഗവർണർക്കെതിരെ ശക്തമായ സമരം നടത്തുകയും ചെയ്തത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരുമെന്നതിന്റെ സൂചന തന്നെയായിരുന്നു ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇരുവരും മറുപടി നൽകുകയും ചെയ്തത്. എന്തായാലും ഇതിനുശേഷം തരം കിട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുകയായിരുന്നു ഗവർണറും. കൂടാതെ വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളും നിരന്തരം നടത്തുകയും ചെയ്തിരുന്നു ഗവർണർ. ഇതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഇതാ ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള പോര് അവസാനിച്ചു എന്ന് തന്നെ പറയാം.